ഗുഡ് ഈവനിങ് ഡേയ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദിലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഗൂഗിളി ബോളിന് എറിഞ്ഞ ഒരു അവസ്ഥയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് കണ്ടത്. കാരണം നമ്മളിന്ന് വിചാരിച്ചത് ഓക്കെ, ഇടിവെല്ലാം കഴിഞ്ഞു, മാർക്കറ്റ് തിരികെ ബൗൺസ് ബാക്ക് ചെയ്യുകയാണ് എന്നുള്ള ഒരു ഫേക്ക് ഒരു ബ്രേക്ക് ഔട്ട് പോലെ മാർക്കറ്റിൽ നിന്ന് റിയാക്ട് ചെയ്തു. പക്ഷേ അതിനുശേഷം സെല്ലിങ് സീവിയർ ആയിരുന്നു. 25,800 മാർക്കറ്റ് താഴെ പോയി. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, 25,950 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അവിടെ ഒരു വലിയ വിക്കുള്ളൊരു റെഡ് ക്യാൻഡിൽ കാണാം. അവിടെ നിന്ന് മാർക്കറ്റ് ഫോളോ ചെയ്തു, 25,800 നിന്ന് സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു, ഫർദർ ഫോളോ ചെയ്തു, വീണ്ടും സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു, വീണ്ടും ഫോളോ ചെയ്ത് 25,749 ഇപ്പോൾ മാർക്കറ്റിൻ്റെ നിൽപ്പ്. നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും ഇൻഡിഗോയാണ് 3.26% ഇടിവ്. എറ്റേണലും ട്രെൻഡും ശ്രീരാം ഫിനാൻസും ഭാരത് എയർടെല്ലും ഇടിവിന് ആക്കം കൂട്ടി. ഐഷർ മോട്ടേഴ്സും ഹിൻഡൽകോയും HDFC ലൈഫും അദാനി പോർട്ടും ടാറ്റ സ്റ്റീലും മാത്രമാണ് പേരിനെങ്കിലും കൂടിയും പ്ലസ്സിൽ ക്ലോസ് നടത്തിയത്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്നടങ്കം ഇടിവിലാണ്. ഏറ്റവും താഴെപ്പെട്ട ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും ഇടിവ് കാണാൻ സാധിക്കും. ഇതിൽ ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് 0.5% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ വിക്സ് ഇന്ന് ചെറുതായി സ്പൈക്ക് ചെയ്ത് 10.99. ജപ്പാൻ മാർക്കറ്റ്, കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ ഇടിവിലാണ്. ഗോൾഡും ഇന്ന് ഒരു $10 ഇടിവ് രേഖപ്പെടുത്തി. ബിറ്റ്കോയിൻ മാത്രം $1,300. അത് റാലിയല്ല, രാവിലെ അതിൽ കൂടുതൽ റാലി ഉണ്ടായിരുന്നു. 91,900 എന്ന നിലയിലാണ് ബിറ്റ്കോയിന് നിൽപ്പ്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 33 പോയിൻറ്റ് മൈനസ് എന്ന നിലയിലാണ്. ഇന്നാണ് US നിന്ന് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങൾ വരുന്നത്. ഇന്നെന്ന് പറയുമ്പോൾ ഇന്ന് 12:30 AM. അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കാണുന്നത് നാളെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഗ്ലോബൽ മാർക്കറ്റ് ഒന്നടങ്കം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. സെൻസെക്സും 275 പോയിൻ്റ് ഇടിവ് രേഖപ്പെടുത്തി 84,391 സെൻസെക്സിൻ്റെ നിൽപ്പ്. ഇന്ന് ഇൻഡിഗോ DGCA എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് ജനറൽ സിവിൽ ഏവിയേഷനാണ്. അപ്പോൾ അവർ ഈ ഇൻഡിഗോയുടെ എല്ലാം തന്നെ വിൻ്റർ ഷെഡ്യൂൾ 10% കട്ട് ചെയ്തു എന്നുള്ള ന്യൂസ് കാരണം ഇൻഡിഗോ ഇന്ന് ഫർദറായിട്ട് ഇന്ന് ഫോളോ ചെയ്തു. കൂടാതെ BSEയും ഏഞ്ചൽ വണ്ണും എല്ലാം തന്നെ ഗ്രോവും എല്ലാം തന്നെ ഇടിവ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. AU സ്മോൾ ഫിനാൻസ് ബാങ്കും മാത്രം ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് മിഡ് ക്യാപ്പിൽ. കാരണം FDAക്ക് ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്ത ന്യൂസ് നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് 2 IPO ഉണ്ടായിരുന്നു, മീഷോ, വിദ്യാവഴേഴ്സ്. രണ്ടും നല്ല രീതിയിൽ തന്നെ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടി. റുപ്പീസും 9% ഫോളോ ചെയ്ത് ഇപ്പോൾ 89.96 എന്ന നിലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ മീഷോയുടെ എല്ലാം തന്നെ IPO കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും സന്തോഷം പങ്കിടുക കമൻറ്റിൽ. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഈ വരുന്ന സാറ്റർഡേയും സൺഡേയും കൊച്ചിയിൽ വെച്ച് ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകളുണ്ട്. FNOയുടെയും ബേസിക്കിൻ്റെയും. താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നമ്പറുണ്ട്, കോൺടാക്ട് ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. മസഗോൺ ഡോക്ക് ബിൽഡേഴ്സ് കമ്പനി ഇവർ ഇന്ത്യൻ നേവിയായിട്ടും ബ്രസീൽ നേവിയായിട്ടും പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. സൂര്യരോഷിനി കമ്പനി LED ബൾബിൻ്റെ തന്നെ നിർമ്മാതാക്കളാണ്. അവർക്ക് 169 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. ദിലീപ് ബിൽഡ്കോൺ കമ്പനി ഇവർ നാൽക്കോ ആയിട്ട് ബന്ധപ്പെട്ട് ഇവർക്കൊരു ഓർഡർ കിട്ടി. 5,000 കോടി രൂപയുടെ ഓർഡറാണ്. DCM ശ്രീരാം കമ്പനി ഇവർ ബയേഴ്സ് കോർപ്പായിട്ട് ഇവർ സസ്റ്റൈനബിൾ അഗ്രി സൊല്യൂഷൻ ചെയ്യാനായിട്ട് ഈ കമ്പനികളും ധാരണയായി. സിപ്ല കമ്പനി പുതിയ മെഡിസിൻ, ഡയബറ്റിക്കിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ്. ഇൻഡസ്ഇൻഡ് ബാങ്ക് ജിയോ BP ആയിട്ട് കൊളാബ് ചെയ്തിട്ട് ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ എല്ലാം തന്നെ പ്രൈമ 3540 എന്ന് പറയുന്ന ഓട്ടോ ഷിഫ്റ്റോട് കൂടിയിട്ടുള്ള പവർ ടിപ്പർ കമ്പനി അവർ പുതിയതായിട്ട് ഇറക്കുകയാണ്. NTPC ഗ്രീൻ എനർജി കമ്പനി 6.6 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയ പ്രൊജക്റ്റ് അവർ ഇനാഗ്രേറ്റ് ചെയ്തു. ഹൈവേ ഇൻഫ്ര കമ്പനി 3% റാലി ഉണ്ടായിരുന്നു. അവർക്ക് 328 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. സുബെക്സ് കമ്പനി ഇവർക്ക് 5 ഇയർ കോൺട്രാക്റ്റ് യൂറോപ്പിൽ നിന്ന് ലഭിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. 1.5% റാലി ഉണ്ടായിരുന്നു. സൈമൻസ് കമ്പനി ഇവരായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉള്ളത്. സൈമൻസ് ഇൻ്റർനാഷണൽ ഹോൾഡിങ്സ് ഏകദേശം 3.56 മില്യൺ ഷെയർസ് സൈമൻസിൻ്റെ ബൈ ചെയ്യുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. ഋഷി ഡെക്കോർ കമ്പനി ഇവരുടെ പുതിയ പ്ലാന്റിൽ നിന്ന് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിക്കുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. L&T ടെക്നോളജി കമ്പനി ഇവർ ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ പൂനെയിൽ ഓപ്പൺ ആക്കി എന്നുള്ള ന്യൂസുകളാണ് ഇപ്പോൾ നമുക്ക് ഉള്ളത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ഉയർച്ച താഴ്ചകൾക്ക് അതീതമായിട്ട്
ന്യൂസുകൾ സ്ഥിരമായിട്ട് നമ്മൾ ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ് ചാനൽ ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ഓൾ.